വർത്തമാനകാല ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനജീവൻ എന്ന് പറയുന്നത് ദുസ്സഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദുസ്സഹം എന്നുള്ള വാക്കിൻ്റെ എല്ലാ വിവക്ഷകളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ജീവിതം വിഷമകരമാണ്, ജീവിതം കെട്ടുപോയിരിക്കുന്നു. കെട്ടുപോയിരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം നമ്മൾ മെച്ചപ്പെട്ട ഒരു ജീവിതം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയൊക്കെ പ്രധാനം. ഈ കെട്ടുപോയ ജീവിതത്തെ എങ്ങനെ നേരെ ജോലിയാക്കാമെന്നുള്ള ചിന്തയൊക്കെ ചെയ്യുന്നു. ഈ ജീവിതം കെട്ടു എന്ന് പറയുമ്പോൾ ജീവിത പരിസരം മുഴുവൻ സത്യം ഞാൻ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഈ മാലിന്യങ്ങളിൽ നിന്ന്, അതായത് ഭൗതിക സാഹചര്യങ്ങളുടെ മാലിന്യം, സാംസ്കാരികമായ മാലിന്യം, ചിന്താപരമായ മാലിന്യം, നേരും നിറയും സംബന്ധിച്ചുള്ള മാലിന്യം, ഇതെല്ലാം അങ്ങനെ മാലിന്യങ്ങളുടെ കൂമ്പാരത്തിനകത്താണ് ഇപ്പം കേരളീയ ജനത ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള രക്ഷാമാർഗം എങ്ങനെ? ജീവിതം കെട്ടുപോയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. കെട്ടുപോയിരിക്കുന്നു മാത്രമല്ല, നിറയിട്ട് പോയിരിക്കുന്നു എന്നും പറയുന്നു. എല്ലാ നേരികളും അസ്തമിച്ചു പോവുകയും എല്ലാ നിറയുടെയും നെറ്റിപ്പട്ടം കെട്ടി ഘോഷയാത്ര നടത്തുന്ന ഒരു രാജവീതിയായിട്ട് നമ്മുടെ ജീവിതം മാറിയിരിക്കുന്നു. അപ്പം ഈ കെട്ടുപോയ അവസ്ഥയിൽ നിന്നും നിറയിട്ട് പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കേരളീയ ജീവിതത്തെ, കേരളീയ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ചിന്ത രാഷ്ട്രീയമായി പരിഹാരം കാണത്തക്ക തരത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ ഈ കേരള രക്ഷാ ജാഥയെ കാണുന്നത്.